നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഇറാന്റെ സുരക്ഷാ മേധാവി അലി ലാരിജാനിയുടെ തല കൊയ്തെടുത്ത മൊസാദ്. ജൂതരാഷ്ട്രത്തിന് നേരെ കൊലവിളി ഉയർത്തുന്ന ഇറാന്റെ ഓരോ തലവന്മാരെയും അരിഞ്ഞു വീഴ്ത്തുകയാണ് ഇസ്രയേൽ. ജൂതന്റെ ചങ്ക് കീറിമുറിക്കും, അവരുടെ ഹൃദയങ്ങളിൽ തീ പടർത്തും എന്നെല്ലാം വെല്ലുവിളിച്ച അലി ലാരിജാനിയും മകനും കൊല്ലപ്പെട്ടു. വെല്ലുവിളിക്കുക, അടുത്ത നിമിഷം ചാകുക എന്ന നിലയിലേക്ക് ഇറാന്റെ തലവന്മാരുടെ ഗതി മാറിയിരിക്കുന്നു. ഇസ്രയേൽ അമേരിക്ക സഖ്യത്തിനെതിരെ ഇനി എന്ത് നീക്കം വേണം എന്നറിയാതെ റവല്യൂഷണറി ഗാർഡ് പരിഭ്രാന്തിയിൽ. ഖമനേയിക്ക് ശേഷം ഇറാൻ സേനയെ നയിക്കുന്നത് മുജ്തബ എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ തല പോലും പുറത്തു കാണിക്കാനാവാത്ത അവസ്ഥയിലാണ് മുജ്തബ ഇപ്പോൾ. പിന്നെ ഖമനേയി സൈന്യത്തിന്റെ തലപ്പത്തുണ്ടായിരുന്ന ലാരിജാനിയുടെയും കഥ കഴിഞ്ഞു. അടുത്തത് അരാക്ചി തന്നെയെന്ന് മൊസാദ് അങ്ങ് ഉറപ്പിച്ചു. ഇതോടെ ഇറാൻ സൈന്യം ചിതറിത്തെറിച്ചിരിക്കുകയാണ്. ഇറാന്റെ ആയുധപ്പുരയിലെ മിസൈൽ ശക്തി ഗൾഫിലേക്ക് പ്രയോഗിച്ച് തീർന്നു കഴിഞ്ഞു. എല്ലാം ആകാശത്ത് വെച്ച് തന്നെ തരിപ്പണമായി. ഇസ്രയേലിലേക്ക് തൊടുക്കുന്നതും ആകാശത്ത് തന്നെ ചിതറുന്നു. അയൺ ഡോം, ഠാഡ് സംവിധാനങ്ങളെ മറികടന്ന് ഇസ്രയേലിലേക്ക് വീഴുന്നത് ക്ലസ്റ്റർ ബോംബുകളും മറ്റ് മാരക ബോംബുകളും മാത്രമാണ്. ബാക്കിയെല്ലാം ആകാശത്ത് തന്നെ ചിതറിക്കുന്നുണ്ട് IDF. എന്നാൽ തൊട്ടിപ്പുറത്ത് ഇസ്രയേലും അമേരിക്കയും ഇറാൻ ഭരണകൂടത്തിലെ തലകൾ ഒന്നൊന്നായി അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് ഇറാൻ സൈന്യത്തിന്റെ മനോവീര്യം കെടുത്തുന്നു. ഇറാന്റെ ആയുധങ്ങൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ ഇടിച്ചും പൊരുതിയും നിൽക്കുന്നുവെന്ന് പറയുമ്പോഴും ഇറാന്റെ സൈനിക ശക്തി കാര്യമായി കുറഞ്ഞിട്ടുണ്ട്. ഇനിയൊരു 10 വർഷത്തേക്ക് വലിയ പ്രഹരശേഷി ഇറാൻ ഉണ്ടാകില്ല എന്നാണ് യുദ്ധവിദഗ്ധർ വ്യക്തമാക്കുന്നത്. ഇറാന്റെ പിടിവള്ളി ഹോർമൂസ് കടലിടുക്കും ചെങ്കടലും ബാബേൽ മന്ദേബുമാണ്. ഇത് പാരിസ്ഥിതികമായി ഇറാനുള്ള കരുത്താണ്. അവിടെ അടച്ചുപൂട്ടി അമേരിക്ക ഇസ്രയേൽ സഖ്യത്തെ സമ്മർദ്ദത്തിലാക്കാമെന്നേ ഉള്ളൂ. ലോക വിപണി നിലംപൊത്തിയാൽ അമേരിക്കയ്ക്ക് സമാധാന ചർച്ചയ്ക്ക് വഴങ്ങേണ്ടി വരും. അതിലാണ് ഇനി ഇറാനുള്ള ഏക പ്രതീക്ഷ. ലാരിജാനി വീണതോടെ മറ്റൊരു പ്രതികാര ശബ്ദം ഇസ്രയേൽ അമേരിക്ക സഖ്യത്തിന് നേരെ ചീറി. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ തുടങ്ങിയിട്ടേയുള്ളൂവെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി. ആഗോള പ്രത്യാഘാതങ്ങളുടെ തരംഗം ആരംഭിച്ചിട്ടേ ഉള്ളൂ. സമ്പത്ത്, വിശ്വാസം, വംശം എന്നിവ പരിഗണിക്കാതെ എല്ലാവരെയും ഇത് ബാധിക്കുമെന്ന് ഇറാനിയൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു. അരാക്ചിയും താമസിയാതെ പടഭാഗം എന്നുറപ്പായി. കാരണം ലാരിജാനിക്ക് ശേഷം ഇസ്രയേൽ സ്കെച്ചിട്ടിരിക്കുന്നത് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയെ തന്നെയാണ്. ഇറാനിലെ ആണവ രഹസ്യങ്ങളുടെ സൂത്രധാരനാണ് അബ്ബാസ് അരാക്ചി. ഭരണകൂടത്തിൽ അവശേഷിക്കുന്ന ഖമനേയി ശിങ്കിടികളെ ലക്ഷ്യം വെച്ച് നടത്തിയ അറ്റാക്കിലാണ് ലാരിജാനി തീർത്തത്. ഇറാനിൽ നിന്ന് അപ്രത്യക്ഷമായ സമ്പുഷ്ടീകരിച്ച യുറേനിയം എവിടെയാണുള്ളത്? ആണവ പരീക്ഷണം എവിടെയാണ് നടക്കുന്നത്? ഇറാന്റെ ആണവ പരീക്ഷണത്തിന് റഷ്യൻ സഹായമുണ്ടോ? ഏത് ഘട്ടം വരെ പരീക്ഷണം എത്തി? ഇതിനെക്കുറിച്ചെല്ലാം അരാക്ചിക്ക് വ്യക്തമായ അറിവുണ്ട്. നെതന്യാഹു കട്ടായം പറയുന്നത് ഈ വാക്കുകളാണ്: ആണവ കേന്ദ്രങ്ങൾ തകർക്കുന്നതിനോടൊപ്പം ആണവ പരീക്ഷണങ്ങളുടെ സൂത്രധാരന്മാരെ ഇല്ലാതാക്കണം. ഇസ്രയേൽ ഭരണകൂടത്തിന്റെ ആത്യന്തിക ലക്ഷ്യം തന്നെ ഇതാണ്. ഇസ്രയേൽ അമേരിക്കൻ സഖ്യത്തിനെതിരെ ഇറാനിൽ നിന്ന് ഉയരുന്ന ഉറച്ച ശബ്ദമാണ് അരാക്ചിയുടേത്. ആണവ കരാറിൽ അമേരിക്കൻ ഭീഷണി കയ്യിൽ വെച്ചാൽ മതിയെന്ന് പലയാവർത്തി അരാക്ചി തുറന്നടിച്ചിരുന്നു. പ്രകോപനമില്ലാതെ, ന്യായീകരണമില്ലാതെ നിയമവിരുദ്ധമായി അവർ ഈ യുദ്ധം ആരംഭിച്ചു. ഞങ്ങൾ ചെയ്യുന്നത് നിയമാനുസൃതമായ പ്രതിരോധം മാത്രമാണ്. സ്വയം പ്രതിരോധിക്കാൻ ഞങ്ങൾക്ക് എല്ലാ അവകാശവുമുണ്ട്. ഞങ്ങളോട് ആക്രമണം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുന്നത് ന്യായമല്ല. യുദ്ധത്തിന് ഒരു സ്ഥിരമായ അന്ത്യമുണ്ടാകണം. അത്തരമൊരു ഘട്ടത്തിൽ എത്തുന്നതുവരെ ഞങ്ങളുടെ സുരക്ഷയ്ക്കായി പോരാടുന്നത് തുടരേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നു. US-ഉം ഇസ്രയേലും ഇറാൻ ആക്രമണം തുടങ്ങി 9ാം ദിവസം അബ്ബാസ് അരാക്ചി പറഞ്ഞത് ഇങ്ങനെയാണ്. ഇതേ ദിവസം തന്നെയായിരുന്നു ഇസ്രയേലിന്റെ ഹൃദയത്തിൽ തീ പടർത്തുമെന്ന് ലാരിജാനി വെല്ലുവിളിച്ചതും. 18ാം നാൾ ലാരിയുടെ തല പിളർന്നു. അരാക്ചിയുടെ കാര്യത്തിൽ എന്താണ് ഇസ്രയേൽ കണക്ക് കൂട്ടിയിരിക്കുന്നത് എന്ന് കണ്ടറിയണം. ഖമനേയി ഉൾപ്പെടെ ഇറാൻ ഭരണകൂടത്തിലെ തലകളെല്ലാം വീണിട്ടും തിരിച്ച് കാര്യമായ അടി ഇസ്രയേലിനോ അമേരിക്കയ്ക്കോ കൊടുക്കാൻ കഴിയാത്ത മാനക്കേടിലാണ് ഇറാൻ. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ തലയെടുക്കുമെന്ന വെല്ലുവിളി ഉണ്ടെങ്കിലും ഇസ്രയേൽ ഭരണകൂടത്തിലെ ഒരു തലയെടുക്കാൻ ഇറാന് കഴിയില്ല. ഇറാന്റെ ഇന്റലിജൻസ് രഹസ്യാന്വേഷണ സംഘം തലയും കുത്തി നിന്നിട്ടും ഇസ്രയേൽ ഭരണകൂടത്തിലുള്ളവരെ തൂക്കാനോ തൊടാനോ, എന്തിന് ജൂത സൈന്യത്തിലെ ഉന്നതരിൽ ഒരാളെ പോലും കൈവയ്ക്കാനോ ആകുന്നില്ല. ഇതിന് കാരണം ഒന്നേയുള്ളൂ: ഇറാന്റെ ഇന്റലിജൻസ് സംവിധാനത്തിന്റെ തന്ത ഇസ്രയേൽ തന്നെയാണ്. ലോകം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് മിസൈലുകളും വ്യോമാക്രമണങ്ങളും കൊണ്ട് പരസ്പരം നശിപ്പിക്കാൻ തുനിയുന്ന ഇസ്രയേലിനെയും ഇറാനെയുമാണ്. എന്നാൽ ഇരു രാജ്യങ്ങളും ചങ്ങാത്തത്തിൽ ഇരുന്നൊരു ചരിത്രമുണ്ട്.
ഇസ്രയേൽ രൂപീകൃതമായ ശേഷം അതിനെ അംഗീകരിച്ച രണ്ടാമത്തെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യം ഇറാനായിരുന്നു. 30 വർഷത്തോളം അവർ കൈകോർത്തു നിന്നു. ഇസ്രയേലിന് ആവശ്യമായ എണ്ണ ഇറാൻ നൽകി. പകരമായി ഇറാനു വേണ്ട സാങ്കേതിക സഹായങ്ങളെല്ലാം ഇസ്രയേലും. മൊസാദ് മാതൃകയിൽ തങ്ങൾക്കും ഒരു രഹസ്യാന്വേഷണ സംഘം വേണമെന്ന ആവശ്യം മുന്നോട്ട് വച്ച ഇറാന് അത് സാധ്യമാക്കി കൊടുത്തത് ഇസ്രയേലാണ്. ഇറാന്റെ രഹസ്യാന്വേഷണ സംഘം എവിടെ വരെ പോകും, എവിടെ വരെ ചിന്തിക്കും, ഏതറ്റം വരെ പോകും എന്ന് മൊസാദിന് കൃത്യമായി അറിയാം. ലാലേട്ടന്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, നീ ചിന്തിച്ച് നിർത്തുന്നിടത്ത് ഞാൻ ചിന്തിച്ചു തുടങ്ങുമെന്ന്. അക്ഷരാർത്ഥത്തിൽ അതാണ് അവസ്ഥ. മൊസാദിനാകട്ടെ ഇറാനിലെ മുക്കും മൂലയും വരച്ചു വച്ചേക്കുന്നത് പോലെ അറിയാം. 2025 12 ദിവസം ഇസ്രയേൽ ഇറാൻ യുദ്ധം നടന്നപ്പോൾ ലോകം കണ്ടതാണ് മൊസാദിന്റെ ചാരവലയം. ഇറാന്റെ ആകാശത്തേക്ക് കടന്നുകയറി ഇസ്രയേൽ പോർവിമാനങ്ങൾ നിലയുറപ്പിച്ചിട്ടും ടെഹ്റാനിലേക്ക് ടാങ്കറുകളിൽ സ്ഫോടക വസ്തുക്കളുമായി മൊസാദ് നുഴഞ്ഞുകയറിയിട്ടും ഇറാൻ ഒന്നുമേ അറിഞ്ഞില്ല. സ്ഫോടനം നടന്നതിന് ശേഷമാണ് ഇസ്രയേൽ ടെഹ്റാന്റെ കരയും ആകാശവും കീഴടക്കിയ സത്യം ഇറാൻ രഹസ്യാന്വേഷണ വിഭാഗം അറിയുന്നത് തന്നെ. ഇറാനിൽ നിറയെ മൊസാദ് ചാരന്മാരാണ്. ഇറാൻ ഭരണകൂടത്തിലും മൊസാദ് ചാരന്മാർ. എന്തിനേറെ ഇറാന്റെ മൊസാദ് വിരുദ്ധ രഹസ്യാന്വേഷണ വിഭാഗം മേധാവി ഇസ്രയേൽ ചാരനായിരുന്നു. ഇറാൻ മുൻ പ്രസിഡന്റ് മഹ്മൂദ് അഹമ്മദി നെജാദ് തന്നെയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. 1950കളിൽ ഇറാൻ ഭരിച്ചിരുന്ന ഷാ ഭരണകൂടം അമേരിക്കയുമായും ഇസ്രയേലുമായും അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. എന്നാൽ 1951 മുഹമ്മദ് മുസാദിഖ് പ്രധാനമന്ത്രിയായതോടെയാണ് ബന്ധത്തിൽ വിള്ളൽ വീണത്. എണ്ണ സമ്പത്ത് ദേശസാൽക്കരിക്കാനുള്ള മുസാദിഖിന്റെ തീരുമാനം ബ്രിട്ടനെയും അമേരിക്കയെയും ചൊടിപ്പിച്ചു. തുടർന്ന് CIA നടത്തിയ ഓപ്പറേഷൻ അജാക്സ് എന്ന അട്ടിമറിയിലൂടെ മുസാദിഖ് പുറത്താക്കപ്പെട്ടു. ഷാ ഭരണകൂടം പൂർണ്ണ നിയന്ത്രണം തിരിച്ചുപിടിക്കുകയും ചെയ്തു. ഇതോടെ ഇസ്രയേലിന് ഇറാനിൽ നിന്ന് സുഗമമായി എണ്ണ ലഭിച്ചു തുടങ്ങി. ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ബന്ധം ശക്തമായി. 1950കളുടെ അവസാനത്തിൽ ബെൻഗുറിയോണും ഷായും കെട്ടിപ്പടുത്ത സൈനിക രഹസ്യാന്വേഷണ രംഗത്തെ ഇറാൻ ഇസ്രയേൽ സൗഹൃദം 1979 ഇസ്ലാമിക വിപ്ലവം വരെ ദൃഢമായി നീണ്ടുനിന്നു. പിന്നീട് ഷായെ പുറത്താക്കി ആയത്തുള്ള റുഹുല്ല ഖമേനി അധികാരത്തിൽ വന്നതോടെയാണ് ഇസ്രയേലുമായി ബന്ധം വഷളാകുന്നത്. ആയത്തുള്ള ഭരണത്തിൽ ലോകം വിറയ്ക്കുന്ന ഒരു പ്രഖ്യാപനം വന്നു: ജൂതരാഷ്ട്രം കത്തിക്കും. ഇതോടെയാണ് ഇസ്രയേൽ ഇറാനെ തീർക്കാനും ഇറാൻ ഇസ്രയേലിനെ തീർക്കാനുമുള്ള ചോര വീഴ്ത്തുന്ന ആക്രമണങ്ങളുടെ ചരിത്രം തുടങ്ങുന്നത്. നയതന്ത്ര നീക്കങ്ങൾക്കുള്ള സാധ്യതകൾ തുറന്നിട്ടുകൊണ്ട്, എന്നാൽ ഇറാൻ ഒരു കാരണവശാലും ആണവായുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്ന്, ആണവ ത്രെട്ട് ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ചർച്ചകളാണ് ആവശ്യം. ഇസ്രയേലിനെ ഇറാൻ അംഗീകരിക്കുക. ജൂതരാഷ്ട്രം എന്നത് ഒരു റിയാലിറ്റിയാണ്. അല്ലാതെ ഡെത്ത് ടു ഇസ്രയേൽ എന്ന വങ്കത്തം പറയാതെ ഇസ്രയേലിനെ അംഗീകരിക്കുക. തിരിച്ച് ഇസ്രയേലും ഇറാന്റെ പരമാധികാരം അംഗീകരിച്ചാൽ മാത്രമേ പശ്ചിമേഷ്യ ശാന്തമാകൂ. എന്നാൽ ഇവിടെ നടക്കുന്നത് ജൂതരാഷ്ട്രം കത്തിക്കും, ജൂതന്റെ ഹൃദയത്തിൽ തീ പടർത്തും എന്ന് നൂറ്റാണ്ടുകളായി പറഞ്ഞുകൊണ്ട് ചതിയിലൂടെയും പ്രോക്സികളെ ഇറക്കി ഭീകരാക്രമണങ്ങൾ നടത്തിയും ഇസ്രയേലിനെ ഇല്ലാതാക്കാൻ പദ്ധതിയാണ് ഇപ്പോൾ ഇടുന്നത്. ഇന്നിപ്പോൾ ഇറാൻ മേടിച്ചു കൂട്ടുന്ന അടി 2023 ഒക്ടോബർ 7 ഹമാസിനെ ഇറക്കി ഇസ്രയേലിൽ നടത്തിയ ചോരക്കളിക്കുള്ള മറുപടിയാണ്. പരമോന്നത നേതാവ് ഖമനേയി ഉൾപ്പെടെ പടമായത് കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ്. നിലനിൽപ്പിന് വേണ്ടി ഞങ്ങൾ ആയുധമെടുത്തു എന്ന് ഇസ്രയേൽ പറയുന്നു. ആയുധം താഴെ വെച്ചാൽ ഇറാൻ എന്ന ഭീകരരാഷ്ട്രം ജൂതരാഷ്ട്രം കത്തിക്കുമെന്ന് ഉറപ്പാണ്. ഈ പോരാട്ടം നിലനിൽപ്പിന് പിന്നോട്ടില്ലെന്ന് ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിക്കുന്നു. മധ്യസ്ഥതയുടെ വാതിലുകളും അടഞ്ഞിരിക്കുന്നു. അലി ലാരിജാനിയെ വധിച്ചതിന് പ്രതികാരം ചെയ്യുമെന്ന് IRGC. ഇന്ന് രാത്രി ശത്രുവിന്റെ ആകാശം നിങ്ങൾക്ക് കൂടുതൽ വർണ്ണാഭമായിരിക്കും എന്ന് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിന്റെ എയർഫോഴ്സ് കമാൻഡർ സർദാർ മൗസവി പറഞ്ഞു. വേഗത്തിലുള്ള തിരിച്ചടിക്കും അദ്ദേഹം ആഹ്വാനം ചെയ്തു. പിന്നാലെ ആക്രമണം ആരംഭിച്ചതായി IRGC അറിയിക്കുകയും ചെയ്തു. ടെല്ലവീവിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. ഇസ്രയേലിൽ വിവിധയിടങ്ങളിൽ മിസൈൽ പതിച്ചും അവശിഷ്ടങ്ങൾ പതിച്ചും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 1 ഇഞ്ച് പിന്നോട്ടില്ലാതെ ഇരു രാജ്യങ്ങളും കൊലവിളിയിൽ. അപ്പോഴും കൊടിയ നഷ്ടം ഇറാന്. അവരുടെ സകല ശക്തിയും ക്ഷയിക്കുന്നു. തലകൾ ഒന്നൊന്നായി വീഴുന്നു. കാലം ചരിത്രം മാറ്റിയെഴുതും. പഴയ മുറിവുകൾ ഉണക്കും. പുതിയ മുറിവുകൾ ഉണ്ടാവുകയും ഉണ്ടാക്കപ്പെടുകയും ചെയ്യും. അത്തരത്തിൽ കാലാന്തരത്തിലുണ്ടായ മുറിവാണ് ഇസ്രയേലും ഇറാനും തമ്മിലുള്ളത്. പശ്ചിമേഷ്യയിലെ 2 പ്രബല രാജ്യങ്ങളായ ഇസ്രയേലും ഇറാനും ഇന്ന് ഏറ്റവും വലിയ ശത്രുക്കളാണ്. ഇവർ വീണ്ടും മിത്രങ്ങളായേ തീരൂ. എങ്കിലേ പശ്ചിമേഷ്യ ശാന്തമാകൂ. മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ്
like, share and subscribe.